കേരളത്തിൽ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1000-ഓളം പേരാണ് ഈ സമീപ വർഷങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. ഞങ്ങൾ ഈ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തും ഇതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. നിസ്സംഗമായ ഒരു സമീപനമാണ് വനം വകുപ്പിൻ്റെയും വനം വകുപ്പ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയാണ്. നേരത്തെ പണ്ട് മതിൽ കെട്ടുമായിരുന്നു, കിടങ്ങ് കുഴിക്കുമായിരുന്നു, സൗരോർജ്ജ വേലി കെട്ടുമായിരുന്നു. ഇപ്പോൾ ഒരേ ഏർപ്പാടുമില്ല. ഇപ്പോൾ മനുഷ്യരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്രദേശത്തെ ആളുകളുടെ ഭീതി എന്താണ്? കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, പലരും പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്, പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, ബാങ്കിൽ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. ഭീതിയുടെ നിഴലിലാണ് മലയോര പ്രദേശം മുഴുവൻ നിൽക്കുന്നത്. നിരവധി പ്രാവശ്യം ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് വലിയൊരു സമരജാഥയുമായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ മലയോര സമരജാഥ ഈ മാസം 27-ാം തീയതി അവിടെ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിക്കുകയാണ്. അത് എല്ലാ മലയോര പ്രദേശങ്ങളിലൂടെ പോവുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് കൂനിൻമേൽ കുരു എന്നതുപോലെ പുതിയ വന നിയമം വരുന്നത്. അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം നൽകിക്കൊണ്ട് ഈ കർഷക വിരുദ്ധ ആദിവാസി വിരുദ്ധ നിയമം ഉണ്ടാക്കുകയാണ്. വനം സംരക്ഷിക്കുന്നതിന് ആരും എതിരല്ല, ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെയാണ്. 29% കേരളത്തിൽ ഫോറസ്റ്റാണ്, ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. പക്ഷേ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം, ഇതൊന്നും ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിയുന്നില്ല. വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ജനങ്ങളെ. ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ സമരവും വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന വിഷയം ഈ വന്യജീവി ആക്രമണവും അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ചയും ബഫർ സോൺ വിഷയവും ഈ പുതിയ വന നിയമം, നിർദ്ദിഷ്ട വന നിയമവുമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അൻവറിന്റെ കേസിൽ ഇപ്പോൾ പി ശശി വീണ്ടും അങ്ങേക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണം, അത് കഴിഞ്ഞ് അദ്ദേഹം മാപ്പ് പറയും, പി ശശി അതിന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്താണ്. എന്താണ്? അല്ല, ഇത് ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കണം. അൻവർ ഉന്നയിച്ച സമയത്ത് ഞാൻ അൻവറിനോടല്ല മറുപടി പറഞ്ഞത്, മുഖ്യമന്ത്രിയോടാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് സഭാ നേതാവും LDF ഇടതുപക്ഷ പാർട്ടികളുടെ MLA-മാരുടെ നേതാവും. ഞാനാണ് UDF-ൻ്റെ ആൾ. UDF-ലെ ഏതെങ്കിലും ഒരു MLA ഞാൻ അറിയാതെ ആർക്കെങ്കിലും എതിരായിട്ട് ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ? ഞാൻ അറിയണം, എൻ്റെ അനുമതി വേണം, പാർലമെൻ്ററി പാർട്ടി ലീഡർഷിപ്പിൻ്റെ അനുമതി വേണം. മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ ഇത്രയും തരം താണ ഒരു ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കും. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും അതിൽ പങ്കുണ്ട്. അദ്ദേഹം നിഷേധിച്ചില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ഇതുവരെ ഒരു കമൻറ്റും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും അത് അവസാനം തമാശയായി പോയപ്പോഴാണ് ഇപ്പോൾ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇല്ലാത്തത്. പക്ഷേ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉന്നയിച്ചതാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാൽ ചോദിച്ചത്, നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് ചോദിച്ചത്. എന്നിട്ട് എല്ലാ MLA ആരോപണം വിധേയരായ എല്ലാവരും പറയും ഇത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന്. ആദ്യമായിട്ട് പറഞ്ഞത് എനിക്കെതിരായ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യരുത്. ഇങ്ങനെയും ഒരു കാലത്ത് ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളും നേതൃത്വമൊക്കെ ഈ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറ അറിയട്ടെ, അതവിടെ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത്.